ഇന്ന് ആഗോള കത്തോലിക്ക സഭ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ലോകം സങ്കീർണമായ വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ വലിയ പ്രസക്തിയുള്ളവയാണ്. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ 3 ഇടയ കുട്ടികളായ ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നിവർക്ക് നൽകിയ ദർശനങ്ങളിലൂടെ ലോകസമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനുമായി അമ്മ മുന്നോട്ട് വെച്ച 7 പ്രധാന സന്ദേശങ്ങൾ വിശ്വാസികൾക്കേറെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാമത്തേതാണ് കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള സന്നദ്ധത. ദൈവത്തിനെതിരായ പാപങ്ങൾക്ക് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിനായും ദൈവം നൽകുന്ന കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് അമ്മ ചോദിച്ചു. അതേന്ന് കുട്ടികളുടെ മറുപടിക്ക് ദൈവകൃപ നിങ്ങളുടെ ആശ്വാസമായിരിക്കുമെന്നാണ് അമ്മ നൽകിയ വാഗ്ദാനം. അതിൽ രണ്ടാമത്തേതാണ് ലോകസമാധാനത്തിനായി ജപമാല ചൊല്ലുക എന്നത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാനും ലോകത്തിൽ സമാധാനം പുലരുവാനും എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ അമ്മ തൻ്റെ ആദ്യ ദർശനത്തിൽ തന്നെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. അതിൽ മൂന്നാമത്തേതാണ് അമലോത്ഭവ ഹൃദയത്തോടുള്ള ഭക്തി. ലോകത്തിൽ തൻ്റെ അമലോത്ഭവ ഹൃദയത്തോടുള്ള ഭക്തി സ്ഥാപിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈ ഭക്തി സ്വീകരിക്കുന്നവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്ത അമ്മ ആ ആത്മാക്കൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ അലങ്കരിക്കുന്ന പുഷ്പങ്ങളെ പോലെ പ്രിയപ്പെട്ടവരായിരിക്കുമെന്ന് വെളിപ്പെടുത്തി. നാലാമത്തേതാണ് ജപമാല രാജ്ഞി നൽകുന്ന ഉറപ്പ്. സമാധാനത്തിനായി ജപമാല രാജ്ഞിയെ ആശ്രയിക്കണമെന്നും അവിടത്തേക്ക് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂവെന്നും മൂന്നാം ദർശനത്തിൽ അമ്മ ഉറപ്പിച്ചു പറഞ്ഞു. അഞ്ചാമത്തേതാണ് പാപപരിഹാര പ്രാർത്ഥനകൾ. ഓരോ ചെറിയ ത്യാഗങ്ങൾ ചെയ്യുമ്പോഴും ഓ ഈശോയെ, ഇത് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിനായും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിനെതിരായ പാപങ്ങൾക്ക് പരിഹാരമായും ഞാൻ അർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. ആറാമത്തേതാണ് നരകത്തിൽ നിന്നുള്ള രക്ഷ. നരകത്തിലേക്ക് അനേകം ആത്മാക്കൾ നിബന്ധിക്കുന്നത് അവർക്കായി പ്രാർത്ഥിക്കാനോ ത്യാഗങ്ങൾ ചെയ്യാനോ ആരുമില്ലാത്തതിനാലാണെന്ന് അമ്മ സങ്കടത്തോടെ ഓർമ്മിപ്പിച്ചു. അതിനാൽ പാപികൾക്കായി വളരെയധികം പ്രാർത്ഥിക്കുവാനും ത്യാഗങ്ങൾ ചെയ്യുവാനും അമ്മ ആഹ്വാനം ചെയ്തു. ഏഴാമത്തേതാണ് ജീവിതം നവീകരിക്കാനുള്ള ആഹ്വാനം. അവസാന ദർശനത്തിൽ മനുഷ്യർ തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കണമെന്നും ദൈവത്തെ മേലിൽ വേദനിപ്പിക്കരുതെന്നും അമ്മ ആവശ്യപ്പെട്ടു. ദൈവം ഇതിനകം തന്നെ വളരെയധികം വേദനിക്കപ്പെട്ടിരിക്കുന്നു എന്ന അമ്മയുടെ വാക്കുകൾ ലോകത്തിന് നൽകുന്ന വലിയൊരു താക്കീതാണ്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്.